ബീഹാർ എന്ന് കേട്ടാൽ ഒരു കാലത്ത് നമ്മൾ ഓർക്കുന്ന ഒരു പേരാണ് ലാലു പ്രസാദ് യാദവ്. അത് വീട്ടിൽ നിന്ന് പിന്നീട് ജയിലിലേക്കും ഒക്കെ പോയി. പക്ഷേ എന്നാലും ബീഹാർ രാഷ്ട്രീയത്തിൽ മക്കളിലൂടെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും വലിയ കുടുംബമാണ് അല്ലേ? ഒടുവിൽ നമുക്കറിയാം, ഈ കുടുംബത്തിൽ മുഴുവൻ രാഷ്ട്രീയം കയറുമ്പോൾ അതിനകത്തും വലിയ തല്ലിപ്പിരിയലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണിപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ നമ്മൾ നേരത്തെ ഒരു കാര്യം കേട്ടിരുന്നു. ലാലുവിൻ്റെ ഒരു മകൻ തേജ് പ്രതാപ് യാദവ്, അയാൾ തെറ്റിപ്പിരിഞ്ഞു പോയി. അയാളെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കുടുംബത്തിൽ നിന്നും പുറത്താക്കി. ഇപ്പം വീട്ടിൽ വന്ന് അമ്മയും അച്ഛനെയും പോലും കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ അവസ്ഥ. ലാലു തന്നെ പുറത്താക്കിയതാണ്. അയാൾക്കെതിരെ സ്വഭാവ ദൂഷ്യമൊക്കെ ആരോപിച്ചാണ് അയാളെ പുറത്താക്കിയത്. പക്ഷെ അതല്ല കാരണമെന്ന് പൊതുവെ പറയപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ലാലുവിന് നമുക്കറിയാമല്ലോ, ലാലുവിന് ഒരു വൃക്ക രണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ വൃക്ക മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഈ ഒരു മകൾ രോഹിണി ആചാര്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ സിംഗപ്പൂര് വിവാഹം കഴിഞ്ഞ് സിംഗപ്പൂരായിരുന്നു അവർ തിരിച്ച് ഇങ്ങ് ബീഹാറിൽ വന്നു. ആ രോഹിണി ആചാര്യ എന്ന് പറയുന്ന മകളാണ് വൃക്ക കൊടുത്തത്. അപ്പോൾ അച്ഛന് വേണ്ടി ഞാൻ വലിയൊരു ത്യാഗം, കുടുംബത്തിന് വേണ്ടി മകൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു വലിയ ത്യാഗം ചെയ്യാണ് എന്ന് പറഞ്ഞാണ് അവർ ആ വൃക്ക അച്ഛന് ദാനം ചെയ്തത്. അപ്പോൾ ബന്ധുക്കളുടെ വൃക്ക യോജിക്കും. അങ്ങനെ ലാലു സത്യത്തിൽ രക്ഷപ്പെട്ടത് അങ്ങനെയാണ്, ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ആ മകൾ രോഹിണി ആചാര്യയാണ് ഇപ്പോൾ ഈ RJDയുടെ ബീഹാറിലെ മുന്നണി പോരാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തേജസ്വി യാദവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവും തമ്മിലായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഈ ലാലുവിൻ്റെ മറ്റൊരു മകളുണ്ട്, മിസ ഭാരതി. അവർ MP ആണ്. അറിയാലോ, അവർക്ക് മിസ ഭാരതി എന്ന് പേര് വരാൻ തന്നെ കാര്യം, ഒരു 10 മക്കളോളം ഉണ്ട്, 10 മക്കളുണ്ട്. ഈ മിസ ഭാരതി എന്ന് പേരിടാൻ കാര്യം, അടിയന്തരാവസ്ഥ കാലത്ത് ലാലു ഇന്ദിരയ്ക്ക് എതിരായിട്ട് സമരം ചെയ്ത ആളാണ്. JP മൂവ്മെന്റിന്റെ ഒരു പ്രധാന ആളായിരുന്നു. ജയപ്രകാശ് നാരായണന്റെ ശിഷ്യനാണ്, ഒക്കെയാണ്. അപ്പോൾ ആ ഓർമ്മ വെച്ച് മിസ തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജനിച്ച മകളായതുകൊണ്ടാണ് മിസ ഭാരതി എന്ന് പേര് വന്നത്. ലാലു സമരമൊക്കെ തുടങ്ങി മുന്നോട്ട് പോയി. ഒരു റാബ്രി ദേവി ഗർഭിണിയായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് ലാലുവിനെ പിടിച്ചോണ്ട് പോകുന്നത്. എന്നിട്ട് മിസ ചുമത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കാലത്ത് അതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് മകൾക്ക് ഈ മിസ ഭാരതി എന്ന് പേരിട്ടത്. അപ്പോൾ അവര് രോഹിണി ആചാര്യ, തേജ് പ്രതാപ് യാദവ്, ഇവർ 3 പേരും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. ഇവർ പറയുന്നത് തേജസ്വി യാദവ് അഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നു. തേജസ്വി യാദവിനെ വഴിതെറ്റിക്കുന്നത് അയാളുടെ ഉപദേശകൻ സഞ്ജയ് യാദവ് ആണ് എന്നാണ്. ഈ സഞ്ജയ് യാദവ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ചൊല്ലിയാണ് തേജ് പ്രതാപ് യാദവിന് പുറത്തു പോകേണ്ടി വന്നത്, പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് എന്നും പരക്കെ വ്യാപകമായിട്ട് ബീഹാറിൽ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ സംസാരമുണ്ട്. അപ്പോൾ ഈ സഞ്ജയ് യാദവ് തേജസ്വി യാദവിന്റെ ഉപദേശകനാണ്, വഴികാട്ടിയാണ്, ഒക്കെയാണ്. ഇയാളുടെ വലം കൈയാണ്. ഇപ്പോൾ രാജ്യസഭ MP കൂടിയാണ്. അപ്പൊ ഈ തേജസ്വി യാദവ് ബീഹാറിൽ ഒരു യാത്ര നടത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ ബീഹാർ അധികാർ യാത്ര എന്നാണ് അതിന്റെ പേര്. ഈ ബീഹാർ അധികാർ യാത്രയിൽ പങ്കെടുക്കുമ്പോൾ മുൻ സീറ്റിൽ ഈ സഞ്ജയ് യാദവ്, ഈ വിശ്വസ്തനായ സഞ്ജയ് യാദവ് കൂടെ ഉണ്ടായിരുന്നു. ഇത് ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. തേജസ്വി യാദവിന് കിട്ടുന്ന അതേ പരിഗണന സഞ്ജയ് യാദവിനും കൊടുക്കുന്നത് കുടുംബത്തിലുള്ളവർക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം ഈ രാജവാഴ്ച പോലെയാണ്. ഈ എന്താ പറയാ, അച്ഛൻ രാജാവ്, മകൻ രാജാവ്, മകന്റെ മകൻ യുവരാജാവ്, ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ അധികാരം, ബീഹാറിന്റെ അധികാരം ലാലുവിന്റെ കുടുംബത്തിൽ, ലാലുവിനും മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി തീറെഴുതി കൊടുത്തിരിക്കുകയാണ് ബീഹാർ. ഇത് RJD എന്ന് പറയുന്നത് അവരുടെ ഒരു കുടുംബ പാർട്ടിയായി മാറി. അവർ തന്നെയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിനകത്ത് മറ്റ് ജനാധിപത്യം ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മക്കൾ തമ്മിൽ ഇപ്പോൾ വലിയ കലഹമാണ്. രോഹിണി ആചാര്യയും തേജ് പ്രതാപ് യാദവും മിസ ഭാരതിയും ഒക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ഈ തേജ് പ്രതാപ് യാദവിനെ പുറത്താക്കിയതിനെതിരെ രോഹിണി ആചാര്യയും മിസ ഭാരതിയും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ആ കാലത്ത്.
അവർ രൂക്ഷമായ ഭാഷയിൽ തേജസ്വി യാദവിനെ വിമർശിച്ചിരുന്നു. അതൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്ന് വലിയ ചർച്ചയായതാണ്. പക്ഷെ ഇപ്പോ അവർ 3 പേര് ഒരുമിക്കുകയും തേജസ്വി യാദവിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുക. ഇത് വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. RJDക്ക് വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ RJD എന്ന് പറയുന്നത് ഒരു കുടുംബ പാർട്ടിയാണ്. ലാലുവിന്റെ കുടുംബത്തിനാണ് അതിൽ സ്വാധീനം. അവർക്ക് താഴെത്തട്ടിൽ പ്രവർത്തകരുണ്ട്, ബൂത്ത് തലത്തിൽ കേഡർമാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗിൾ രാജ് നടത്തിയ ലാലുവിന് യോജിക്കുന്ന അനുചരന്മാരാണ്, ഒക്കെ ഗുണ്ടാപ്പടയാണ്. അത് ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ അവർ ബൂത്ത് കയ്യേറും, എല്ലാത്തിലും കുത്തും, മടക്കി പെട്ടിയിലിടും. ഇതിപ്പോ അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് അത് നടക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായും സത്യസന്ധമായും ബീഹാറിൽ നടന്നു വരുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ കേട്ടോണ്ടിരുന്ന. 90കളിലൊക്കെ 80കളിലും 90കളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നത് ബൂത്ത് പിടുത്തത്തിന്റെയും ബാലറ്റ് പേപ്പർ എടുത്തോണ്ട് പോയതിന്റെയും ഒക്കെ കഥകളാണ് പത്രങ്ങളിൽ നിന്ന് ബീഹാർ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് കിട്ടുന്ന വാർത്തകൾ. അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ RJD എന്ന് പറയുന്ന പാർട്ടിയിൽ ഏറ്റവും താഴെത്തട്ട് വരെ സ്വാധീനം ലാലുവിന്റെ കുടുംബത്തിനാണ്. ആ കുടുംബത്തിനകത്ത് ഒരു അന്തഛിദ്രം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ താഴെത്തട്ട് വരെ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ ഈ രോഹിണി ആചാര്യയ്ക്ക് അവിടെ വലിയ സമ്മതിയുണ്ട്. കാരണം അച്ഛന് വൃക്ക കൊടുത്ത ആളാണ്. ഈ മകളാണ് സധൈര്യം മുന്നോട്ട് വന്ന് അച്ഛന് വൃക്ക കൊടുത്തു, ഒരു മകളുടെ കടമ നിർവഹിക്കുകയാണെന്ന് പറഞ്ഞാണ് മകള് വൃക്ക കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഇച്ചിരി സ്വാധീനമുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അവരിപ്പോ തിരിച്ചു വന്നവര് കഴിഞ്ഞ ദിവസം ഇതിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. ഇവിടെ BJPയുടെ അടുത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, തോറ്റുപോയി അവര്. അപ്പോ അങ്ങനെയുള്ള ഈ ലാലുവിന്റെ കുടുംബാംഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളപ്പോൾ ആ കുടുംബത്തിനകത്ത് അന്തഛിദ്രം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും പാർട്ടിയെ ബാധിക്കും. ഇപ്പൊ അവിടെ വോട്ടർ അധികാർ യാത്രയുമായിട്ട് രാഹുൽ ഗാന്ധി അവിടെ ബീഹാർ മുഴുവൻ ഇളക്കി മറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് ഇളക്കിയതെന്ന് ഇനിയിപ്പോ വിത്ത് വിതച്ചാ മതിയോ അതോ വെള്ളം കോരണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം ആരാണ് ഇളക്കി മറിച്ചത്, ആരാണ് വിത്ത് വിതച്ചത്, ആരാണ് ഫലം കൊയ്തത് എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. എന്തായാലും ഈ രാഹുലുമായിട്ട് തന്നെ അവിടെ തേജസ്വി യാദവ് തെറ്റിക്കഴിഞ്ഞു. അവിടെ തേജസ്വി യാദവിനെ RJD സ്വന്തമായിട്ട് അങ്ങ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് തേജസ്വി യാദവ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ 243 മണ്ഡലത്തിൽ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ പ്രതിനിധികളായിട്ടാണ് ഈ ബാക്കി 242 MLA-മാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ അവിടെ വരുന്നത്, MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞു അത് പറ്റത്തില്ല, അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങ് നിൽക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ആരെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാര് തീരുമാനം. അവർക്ക് 70 സീറ്റ് കൊടുത്തിട്ട് 19 സീറ്റാണ്. അത് വേറൊരു കാര്യം. പല്ലുപോയ സിംഹമാണ് ബീഹാറിൽ കോൺഗ്രസിന് കച്ചി തൊടാൻ പറ്റുന്നില്ല. ഈ 19 സീറ്റ് തന്നെ കിട്ടുന്നത് എങ്ങനെയാണ് സാർ? ഈ RJDയുടെ ഒപ്പം മത്സരിക്കുന്നോണ്ടാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 4-5 സീറ്റാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോ അതും പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അത്രത്തോളം ദുർബലമായി കോൺഗ്രസ് അവിടെ. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്ന സ്ഥലമാണ് ബീഹാർ, UP ഒക്കെ. ഇപ്പോ അത് പേരിന് പോലും അവിടെ കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ മുന്നണി തന്നെ അവിടെ പൊളിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ RJDക്കുള്ളിൽ കുടുംബത്തിനകത്ത് അന്തഛിദ്രം കൂടിയാകുമ്പോൾ അത് വലിയ മാരകമായ പരുക്ക് ആ പാർട്ടിക്ക്, RJD രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിക്കും ലാലുവിന്റെ കുടുംബത്തിനും ഉണ്ടാക്കും. പോരാത്തതിന് അത് ഇന്ത്യ മുന്നണിയിലും അത് പ്രതിഫലിക്കും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, സത്യത്തിൽ എനിക്കിപ്പോൾ തോന്നുന്നത് NDAക്ക് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും. അവിടെ ഈ NDAയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു കക്ഷിയെ കൊണ്ടുവന്ന് പ്രതിപക്ഷത്ത് പോലും ഇരുത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഈ കണക്കിന് പോയാൽ വലിയ തിരിച്ചടി, ഈ അന്തഛിദ്രം, കുടുംബത്തിനുള്ളിലെ അന്തഛിദ്രം, പാർട്ടിക്കുള്ളിലെ തമ്മിലടി ഒക്കെ കൂടെ ചേരുമ്പോൾ വലിയ തിരിച്ചടിയായിരിക്കും അവിടെ INDI അലയൻസിന്, ഇന്ത്യ മുന്നണിക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു കനത്ത തിരിച്ചടിയാണ് എന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന്, പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. ഈ ലഭിക്കുന്ന സൂചനകൾ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ NDA സുഖമായിട്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് അധികാരത്തിൽ കയറാനാണ് സാധ്യത. അതിന് വളം വയ്ക്കുകയാണ് കോൺഗ്രസും RJD.